നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് പരിധിയിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും തടയുന്നതിനായി ശക്തമായ നടപടികളുമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ്. നടപടികളുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ലഹരി വിരുദ്ധ സ്പെഷ്യൽ സ്ക്വാഡായ ഡാൻസാഫും തൃശൂർ റൂറൽ പോലീസും സംയുക്തമായി ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധികളിൽ 50ഓളം കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. ലഹരി വേട്ടയിൽ വിവിധ സ്റ്റേഷനുകളിലായി 27 കേസുകൾ രജിസ്റ്റർ ചെയ്ത് 9 പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. പരിശോധനയിൽ മാരക രാസലഹരിയായ MDMA, കഞ്ചാവ്, LSD, വിപണിയിൽ നിരോധിച്ച വിവിധയിനം പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ പിടികൂടിയിട്ടുണ്ട്. ബാലനീതി നിയമത്തിലെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം 5 കേസുകളും, രാസലഹരികൾ വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിന് 4 കേസുകളും, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് 2 കേസുകളും, മയക്കുമരുന്ന് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് 17 കേസുകളുമാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്തത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാനും പരിസ്ഥിതി മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനും കഴിയുന്ന ഇലക്ട്രോണിക്സ് എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് ഉപകരണത്തിന്റെ മാതൃക വികസിപ്പിച്ചതിന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ ഗവേഷകർക്ക് അന്താരാഷ്ട്ര പേറ്റന്റ് ലഭിച്ചു. പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അന്തരീക്ഷത്തിലെ മലിനീകരണ നില, താപനില വ്യതിയാനങ്ങൾ, ഈർപ്പം തുടങ്ങിയ പരിസ്ഥിതി ഘടകങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുവാൻ ഈ ഉപകരണം സഹായകരമാകുമെന്ന് ഗവേഷകർ അറിയിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത വിവര വിശകലന സംവിധാനമാണ് ഉപകരണത്തിന്റെ പ്രത്യേകത. ഇതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ ഭാവിയിലെ പരിസ്ഥിതി വെല്ലുവിളികളെ മുൻകൂട്ടി മനസ്സിലാക്കുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും സഹായകരമാവും. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിലെ ഡോക്ടർ ജിൻസ് മോൻ സിറിയക്കിനൊപ്പം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഡോക്ടർ ടോം ചെറിയാൻ, ഡോക്ടർ സുബിൻ കെ ജോസ്, ഫാദർ സിബി ഫ്രാൻസിസ്, ഫാദർ ഡോക്ടർ വിൻസെന്റ് NS, ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് എന്നിവർ ചേർന്നാണ് ഈ നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. ക്രൈസ്റ്റ് കോളേജിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്റ്റ് ഇന്നൊവേഷൻ പാർക്ക്, അക്വ റിസർച്ച് ലാബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഗവേഷണവും ഉപകരണ വികസനവും നടന്നത്. ഈ നേട്ടം കോളേജിനും ഗവേഷക സമൂഹത്തിനും വലിയ അഭിമാനത്തോടൊപ്പം കാലാവസ്ഥ പഠന, പരിസ്ഥിതി സംരക്ഷണ മേഖലകളിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെട്ടു. പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിൽ പോലീസ് നടത്തിയ ഭീകരമായ ദളിത് വേട്ടയിൽ പ്രതിഷേധിച്ച് പട്ടികജാതി ക്ഷേമസമിതി ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ഠാണ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല പട്ടികജാതി ക്ഷേമസമിതി ഏരിയ സെക്രട്ടറി CD സിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് AV ഷൈൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KV മദനൻ പ്രസംഗിച്ചു. ഏരിയ ട്രഷറർ AV സുരേഷ് സ്വാഗതവും PK സുരേഷ് നന്ദിയും പറഞ്ഞു. മീനാക്ഷി ജോഷി, KV പവനൻ, MN രാജീവൻ, VC പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ഉന്നതമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ, ഭരണ സംവിധാനത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ജനബീരങ്കിയും അതുപോലെ തന്നെ മാരകമായിട്ടുള്ള സന്നാഹങ്ങളും ഉൾപ്പെടെ അവിടേക്ക് കടന്നു വന്ന് ഒരു യുദ്ധസമാനമായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് വൃദ്ധരും അതുപോലെ തന്നെ പിഞ്ചുകുട്ടികളും ഗർഭിണികളടക്കമുള്ള ആളുകൾക്ക് നേരെ ഭീകരമായിട്ടുള്ള മർദ്ദനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ ടെലിവിഷൻ ചാനലുകളിലും ഇന്ന് പത്രമാധ്യമങ്ങളിലും ഒക്കെ തന്നെ വന്ന വാർത്തകൾ, അത് നമ്മൾ കാണുമ്പോഴും വായിക്കുമ്പോഴുമെല്ലാം മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിൽ ഭീകരമായി അവരെ വലിച്ചെടുക്കുകയും ഗർഭിണികളെപ്പോലും വലിച്ചെടുക്കുകയും കൂട്ടിട്ട് ചവിട്ടുകയും അവരെ ഭീകരമായി മർദ്ദിക്കുകയും അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും എല്ലാം ചെയ്യുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള മർദ്ദനത്തിനും ആക്രമണത്തിനുമാണ് UDFൻ്റെ ഗവൺമെൻറ്, UDFൻ്റെ പോലീസ് അവിടെ നടപടി സ്വീകരിച്ചതെന്ന് നമുക്ക് കാണാൻ വേണ്ടി. പതിറ്റാണ്ടുകളായി, കാലങ്ങളായി അവിടെ ജീവിക്കുന്ന ആളുകളെയാണ്. കോടതിക്ക് മുന്നിൽ ആ കേസ് നിലനിൽക്കുകയാണ്. അതിന് അന്തിമമായിട്ടുള്ളൊരു പരിഹാരം അവിടെ ഉണ്ടായിട്ടില്ല.
ഇതിനു മുമ്പ് LDFന്റെ സർക്കാർ അധികാരത്തിലുണ്ടായപ്പോൾ പലതവണയും അവരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് നടപടി സ്വീകരിച്ചപ്പോഴൊക്കെ തന്നെ വളരെ അവധാനതയോട് കൂടിയിട്ടാണ് അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ MLA PV ശ്രീനിധൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് അവരെ അവിടെ സംരക്ഷിച്ച് ഇറക്കി വിടാതിരിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. എന്നാൽ ഭരണം മാറി എന്ന് കണ്ടപ്പോൾ പോലീസും അതുപോലെ തന്നെ UDFന്റെ സർക്കാരുമൊക്കെ ഈ പാവങ്ങളെ, ഏറ്റവും പാവപ്പെട്ട ആളുകളെ, അവരെ അവിടെ നിന്ന് തല്ലി മർദ്ദിച്ച് ആ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ച് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ച് UDF അംഗങ്ങൾ. CDS ചെയർപേഴ്സൺ പരസ്യമായി ഇടതുപക്ഷ വനിതാ സംഘടനയുടെ അംഗത്വ വിതരണം നടത്തുന്നതിലും ഗ്രാമപഞ്ചായത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റായി കരാർ അടിസ്ഥാനത്തിൽ സേവനം ചെയ്യുന്ന ജീവനക്കാരനെ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് പരസ്യമായി മദ്യപിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും ജീവനക്കാരനെ സംരക്ഷിക്കുന്ന അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് UDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചത്. പാർലമെന്ററി പാർട്ടി ലീഡർ TR രാജേഷിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജൂലി ജോയ്, രഞ്ജിനി ടീച്ചർ, സിരീഷ PS എന്നിവരാണ് യോഗം ബഹിഷ്കരിച്ചത്. പുല്ലൂർ സെന്റ് സേവിയേഴ്സ് ITIയിൽ നടന്നു വന്നിരുന്ന സൗജന്യ ടെക്നിക്കൽ ക്യാമ്പ് സമാപിച്ചു. ഫസ്റ്റ് എയ്ഡ് ആൻഡ് CPR, ഫയർ ആൻഡ് സേഫ്റ്റി, തൊഴിലധിഷ്ഠിത പരിശീലനം, ബോധവൽക്കരണം, വ്യക്തിത്വ വികസനം എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. സമാപന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫാദർ ജോസ് പയ്യപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ജോസ് പയ്യപ്പള്ളി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നമുക്ക് നേട്ടം കണ്ടുപിടിക്കാൻ സാധിക്കും. വീട്ടിൽ തന്നെ സോളാർ എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ അതുകൊണ്ട് എന്തുമാത്രം നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെ ചെറിയ ചെറിയ ബിസിനസ് നടത്തി, ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് നടത്തിയിട്ട് 11ാം ക്ലാസ്സുകാരൻ ഈ മൊബൈലിന്റെ പൗച്ച് സെയിൽ ചെയ്തിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയൊക്കെ ലാഭം ഉണ്ടാക്കുന്നത്. നിങ്ങളത് മൊബൈലിൽ കണ്ടോന്ന് എനിക്കറിയില്ല. ഇത് ഓൺലൈൻ ബിസിനസ് നടത്തി നമുക്ക് നല്ല രീതിയിൽ സെയിൽ നടത്താൻ പറ്റും. അതിന് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി വേണം. ഓൺലൈനിൽ എന്തെങ്കിലും കിട്ടും, അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോയി, അങ്ങനെയല്ല. അതിനുള്ള ഈ ഓൺലൈൻ വഴി നമുക്ക് കുറെ ഫോളോവേഴ്സും കസ്റ്റമേഴ്സും ഉണ്ടാവും. അപ്പൊ അവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ ടേസ്റ്റ് എന്താണ്, അവരുടെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അവരുടെ നീഡ്സിന് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് ഓൺലൈൻ വഴി സാധിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും മെയിൻ ബിസിനസ് ആയിട്ട് വേണമെന്നില്ല, ഒരു സൈഡ് ബിസിനസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റും. അതൊരു ഓൺലൈൻ വലിയൊരു സാധ്യതകൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട മേഖലകൾ, നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ലെവലിൽ എത്താൻ വേണ്ടി പഠിക്കേണ്ട കാര്യങ്ങൾ, ജീവിതത്തിന്റെ പ്രായോഗിക മേഖലകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ഓരോ ദിവസവും ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന ഓരോ വസ്തുവിന്റെയും ക്വാളിറ്റി ഏതെങ്കിലും മാർക്കറ്റിൽ കണ്ടത് വാങ്ങിച്ചുകൊണ്ടു ആ കാലം പോയി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.